നമ്മുടെ ചാനൽ കാണുന്നവർക്കും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വളരെ സന്തോഷത്തിൽ തന്നെ ആയിരിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ ആദ്യത്തെ റിവ്യൂ പറഞ്ഞ പോലെ തന്നെ ഇത് കൃത്യമായിട്ട് തുടരുമെന്ന് പറഞ്ഞ ചിത്രം യഥാർത്ഥമായി കാണുന്ന ഒരു സിനിമാ പ്രേക്ഷകനും അതിന് നെഗറ്റീവായിട്ട് റിവ്യൂ ഇടാൻ തോന്നത്തില്ല. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ആരെങ്കിലും നെഗറ്റീവ് റിവ്യൂ ഇടുന്നുണ്ടെങ്കിൽ അത് അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കും നെഗറ്റീവ് റിവ്യൂ ഇടുന്നത് എന്നുള്ളത് വ്യക്തവുമാണ്. കാരണം ഇതിനകത്ത് നെഗറ്റീവായിട്ട് കാണിക്കാൻ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഒരു സാധാരണ സിനിമ പ്രേക്ഷകനെ സംബന്ധിച്ച് ഇതിനകത്ത് നെഗറ്റീവായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് വേറൊരു സത്യം. പിന്നെ ഈ സിനിമയെ പറ്റിയൊക്കെ ഗാഢമായി പഠിച്ചവർ ഇതിനെപ്പറ്റിയൊക്കെ നെഗറ്റീവ് പറയുമായിരിക്കാം. അതിനെപ്പറ്റി നമ്മൾ വെറിയിടാവേണ്ട കാര്യമില്ല. ഏതായാലും മോഹൻലാലിൻ്റെ കരിയറിലെ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും മികച്ച ഒരു ചിത്രമായിട്ട് തരുൺമൂർത്തി നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. ഇപ്പം ബുക്കിങ്ങൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കേണ്ട, അതുപോലെ തന്നെ പോസിറ്റീവ് റിവ്യൂ കിട്ടിയ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഇത് മിക്കവാറും ഇത് പോസിറ്റീവ് റിവ്യൂ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലെവൽ അങ്ങ് വേറെ ആയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് പലരും പറയുന്നത് കേൾക്കാം നമ്മളുടെ അടുത്ത്, എന്ത് പോസിറ്റീവ് എന്ത് റിവ്യൂ അല്ലേ. പല നടന്മാരുടെയും പോസിറ്റീവ് റിവ്യൂ കിട്ടിയിട്ട് പല ചിത്രങ്ങളും പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. ഇത് ആ ലെവലിലല്ല എന്ന് ബുക്ക് മൈ ഷോയിലെ ബുക്കിംഗ് ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ 35,000 മുകളിലേക്ക് ഒരു മണിക്കൂറിന് 35,000 ടിക്കറ്റിന് മുകളിലേക്ക് ടിക്കറ്റ് പോവുകയാണ്. അപ്പോൾ ആ ലെവലിലാണ്. രാവിലെ എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ 2,000 ടിക്കറ്റൊക്കെ മണിക്കൂർ വിറ്റുകൊണ്ടിരുന്ന ഈ ചിത്രം 35,000 ടിക്കറ്റൊക്കെ മണിക്കൂറിൽ വിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. എമ്പുരാൻ ആദ്യ ദിവസമൊക്കെ ഇങ്ങനെ 35,000 45,000 ഒക്കെ. ഇത് എപ്പോഴും ഒരു സിനിമയെ നമ്മൾ നോക്കി കാണേണ്ടത് ടിക്കറ്റ് ബുക്കിംഗ്, സിനിമ തുടങ്ങി കഴിയുമ്പോൾ 10,000 ഒക്കെ ടിക്കറ്റ് തുടങ്ങിയതിന് ശേഷം അത് ആദ്യ ഷോ കഴിയുമ്പം പടിപടിയായിട്ട് ഉയരുമ്പം ആ സിനിമയെ സംബന്ധിച്ച് നമ്മളുടെ പ്രതീക്ഷ കാത്തു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എപ്പോഴും പല ഒരു ചിത്രങ്ങൾ പരാജയപ്പെടും. ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചിത്രം കണ്ട് ഒരു ദിവസത്തിന് മുമ്പ് നിങ്ങളെങ്ങനെ പരാജയപ്പെട്ടു. ബെഫുക്കയെ പറ്റി ഞാൻ കേട്ട ഒരു ആരോപണമായിരുന്നു. ബെഫുക്ക തിയേറ്ററിൽ വന്നതേ ഉള്ളൂ, പിന്നെ നിങ്ങളെങ്ങനെ പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റും. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ആദ്യ ദിവസത്തേക്കാൾ കളക്ഷൻ ഇടിഞ്ഞു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആ ചിത്രം പരാജയപ്പെട്ടിരിക്കും. കളക്ഷൻ ഇടിയുക എന്ന് പറഞ്ഞാൽ ചെറിയ ഇടിവൊക്കെ സാധാരണയാണ്. ഒരു 60% ഇടിവ് നേരിടുവാണെങ്കിൽ ആ ചിത്രം പരാജയത്തിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ അത്ഭുതങ്ങൾ വല്ലതും കാണിക്കണം. ചിത്രത്തിൻ്റെ ഇന്ന് രാവിലെ തുടങ്ങിയത് ഏകദേശം 10,000 ടിക്കറ്റുമൊക്കെ ആയിട്ടാണ് വിറ്റ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഷോ തീരുമ്പോൾ അത് 35,000 മുകളിലേക്ക് ടിക്കറ്റ് വിൽപ്പന ഉണ്ടാകുന്നെന്ന് പറയുമ്പോൾ ആ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അതൊക്കെ തന്നെയാണ് നമ്മൾ ഇത് കണക്ക് കൂട്ടുന്നത്. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ആരോടും വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. ഇപ്പം മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ അത് പരാജയമാണെന്ന് ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കണമെന്നില്ലല്ലേ. അത് തന്നെയാണ് സംഭവിച്ചത്. പിന്നെയും ചിത്രത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ റിവ്യൂ ഇട്ടിരുന്നു. ഈ ചിത്രം കണ്ടപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട്, ഈ മോഹൻലാലിൻ്റെ ചിത്രം ആക്ഷൻ പടം എന്തിന് കുടുംബചിത്രം എന്തിന്, തമാശ ചിത്രങ്ങൾ എങ്ങനെ, അങ്ങനെ പ്രത്യേകിച്ച് കാറ്റഗറി ചെയ്ത് കാണേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു ചിത്രം തന്നെ ഇതിനകത്ത് ഒരു ഉദാഹരണം തന്നെയാണ്. കാരണം ഇതിനകത്ത് തമാശയുണ്ട്, അതുപോലെ ഇമോഷൻ സീനുണ്ട്, ആക്ഷനുണ്ട്. നമ്മൾ പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് ലാലേട്ടൻ അവതരിക്കുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ആദ്യമേ എനിക്ക് തോന്നുന്നു ആദ്യത്തെ എഴുതി തുടങ്ങുന്നത് മുതൽ നമുക്ക് പ്രത്യേക ഒരു വൈബാണ് കിട്ടുന്നത്. അപ്പം നമ്മളിങ്ങനെ ഇരുന്നത് കാണുകയാണ്. അപ്പം നമുക്ക് പ്രത്യേക ഒരു വൈബ് ഉണ്ടാകുന്നു. അപ്പോൾ ആ ചിത്രം കണ്ടു തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ ഇതൊരു നല്ല ചിത്രമാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നലുണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ പടിപടിയായിട്ട് നമ്മുടെ പ്രതീക്ഷകൾക്ക് അനുകൂലിച്ച് ഈ ചിത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചിത്രങ്ങളും ഓരോ സഞ്ചാരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നമ്മളുടെ മനസ്സ് കീഴടക്കി അത് പയ്യെ നമ്മളിലേക്ക് ഇറങ്ങിത്തിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് പല സീനുകളിലും നമ്മൾ ഇപ്പം ലാലേട്ടൻ പ്രതികരിച്ചിരുന്നെങ്കിൽ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് ലാലേട്ടൻ്റെ പ്രതികരണം വരുന്നു. അവിടെയാണ് ആക്ഷൻ ആവശ്യം, അവിടെയാണ് കഥയ്ക്ക് ആവശ്യം എന്ന് തോന്നുന്നിടത്താണ്. പിന്നെ ചിലയിടത്തൊക്കെ നമ്മൾ ചില സിനിമകളൊക്കെ കാണുമ്പോൾ കണ്ടില്ലേ, ഈ സ്റ്റണ്ടിന് വേണ്ടി സ്റ്റണ്ട് കുത്തിക്കയറ്റുന്നു, പാട്ടിന് വേണ്ടി പാട്ടുണ്ടാക്കി വെക്കുന്നു, തമാശ പറയാൻ വേണ്ടി ചില കോമഡികൾ തിരികെ കയറ്റുന്നു.
അതൊന്നുമല്ല ഈ ചിത്രത്തെ ആകർഷണമാക്കുന്നത്. കാരണം ആ കഥാപാത്രം അല്ലെങ്കിൽ ആ കഥയ്ക്കനുസരിച്ചാണ് കഥാപാത്രങ്ങളും അതുപോലെ അതിൻ്റെ ഓരോ സീൻ ബൈ സീൻ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതെല്ലാം തന്നെ തിരക്കഥയെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു തിരക്കഥ തന്നെയാണ്. അത് കൃത്യമായിട്ട് യോജിപ്പിക്കുവാനും ആ തിരക്കഥയ്ക്കനുസരിച്ച് സംവിധാനം ചെയ്യുന്ന തരുമൂർത്തി എന്ന് പറയുന്ന സംവിധായകന് കഴിഞ്ഞു എന്നാണ്. ഇപ്പം ലാലേട്ടൻ തരുമൂർത്തിയെ കാണാൻ പോയപ്പം തരുമൂർത്തിയോട് പറഞ്ഞത്രേ ഇതുപോലെ ആന്റണി പെരുമ്പാവൂരും കണ്ടാണ് പറഞ്ഞത്, ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ലാലേട്ടന് വേണ്ടി ചിത്രം എടുക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ കഥയ്ക്കനുസരിച്ച് ലാലേട്ടനെ മാറ്റി തീർത്താൽ മതി. അതുതന്നെയാണ് ഈ ചിത്രത്തിൽ സംഭവിച്ചത്. തരുമൂർത്തി പലപ്പോഴും പറഞ്ഞു ഞാനൊരു ലാലേട്ടൻ ഫാനാണ്, ലാലേട്ടനെ എന്ത് കാണിക്കണം, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കൃത്യമായിട്ട് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. കൃത്യമായിട്ട് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്ന രീതിയെ ലാലേട്ടനെ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് തരുമൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ. അത് കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്താനും പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് നമ്മൾ നോക്കുമ്പോഴേ കൃത്യമായിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്നവർക്കെല്ലാം തന്നെ കൃത്യമായിട്ട് റോളുണ്ട്, അവർക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വില്ലനെ നമ്മൾ എടുത്ത് പറയണം കേട്ടോ, ഒരു ഒന്നൊന്നര വില്ലനാണ്. എന്തിന് വേറെ അധികം വില്ലനൊന്നും വേണ്ട, തോക്കും പീരങ്കിയോ ഒന്നും വേണ്ട, ഇങ്ങനെ ഒരു വില്ലൻ അടിപൊളി. അപ്പം ലാലേട്ടന് പറ്റിയൊരു വില്ലൻ മോശമായി കഴിഞ്ഞാൽ ലാലേട്ടന് പറ്റിയൊരു വില്ലൻ കിട്ടാനാണ് വലിയ പാടല്ലേ. ലാലേട്ടൻ ഏത് ലെവൽ വരെ പോകുമെന്ന് നമുക്ക് ഒരു തരത്തിലും ചിന്തിക്കാൻ പറ്റത്തില്ല. പിന്നെ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ എപ്പോഴും ലാലേട്ടനെ പറഞ്ഞുകൊണ്ടിരിക്കുക കംപ്ലീറ്റ് ആക്ടർ. ലാലേട്ടൻ്റെ മുടി തൊട്ട് പിരികം, അതുപോലെ കണ്ണുകൾ, മൂക്ക്, കൈകൾ, എല്ലാ അവയവങ്ങളും ഓരോപോലെ അഭിനയിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പല ചിത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആക്ടർ എന്ന് ലാലേട്ടനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഈ ചിത്രം കണ്ടാൽ മതി എന്തുകൊണ്ട് വിളിക്കുന്നുവെന്നറിയാം. അപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ കൃത്യമായിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്യുവാനും ലാലേട്ടൻ്റെ മാനറിസങ്ങൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പുറത്തു കൊണ്ടുവരുവാനും ഒക്കെ തരുമൂർത്തി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയും. ആ ചിരിയും ആ കുഫൃതി എന്ന് പറഞ്ഞാൽ ചില ചാട്ടങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത സാധനങ്ങൾ പലതുമുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ ചിത്രത്തിൻ്റെ തുടക്കം തൊട്ട് ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. സമയം പോയതേ അറിഞ്ഞില്ല. ചില ചിത്രങ്ങളൊക്കെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെപ്പം തീരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നിടത്ത് ഇത് തീരല്ലേ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ലാസ്റ്റ് സീനൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. ഇമോഷനും അതുപോലെ എന്താ പറയുന്നത്, ഒരു വല്ലാത്ത വൈബ് കിട്ടിയൊരു മിക്കവാറും തിയേറ്ററിൽ ഇരുന്നവരെല്ലാം കണ്ണ് നിറഞ്ഞ് ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. കണ്ടമിടറി സംസാരിക്കുക എന്നൊക്കെ പറയുന്നില്ല, അത് അതേപോലെ ഒരു അവസ്ഥ. പിന്നെ കൈയടിക്കേണ്ട സമയത്ത് കൈയടിക്കുവാനും ആർപ്പ് വിളിക്കേണ്ട സമയത്ത് ആർപ്പ് വിളിക്കാനും വിളിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ചിത്രം, ഒരു പാക്കേജ് എന്നൊക്കെ പറയും. ലാലേട്ടൻ പാക്കേജ്, ലാലേട്ടൻ അഴിഞ്ഞാട്ടം, കൊലത്തൂക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കൊലത്തൂക്ക്. ഞാനതാണ് പറഞ്ഞത്, ഒരു കൊച്ചു ചിത്രം എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ അന്നേ പറഞ്ഞു ഇതൊരു കൊച്ചു ചിത്രമല്ല. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു കൊച്ചു ചിത്രമല്ല. ഇതിൻ്റെ ഓരോ വിഷ്വൽസും ഒക്കെ വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അറിയാം ഇതൊരു കൊച്ചു ചിത്രമല്ല, ഒരു ലാലേട്ടനെ ചിത്രം തന്നെയാണ്. കാരണം ലാലേട്ടൻ അഴിഞ്ഞാടി എന്ന് പറഞ്ഞാൽ മറ്റു കഥാപാത്രങ്ങൾക്കും പ്രാധാന്യമില്ല എന്നല്ല പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ലാലേട്ടനെ നമ്മൾ കാണാൻ ആഗ്രഹിച്ചൊരു ലാലേട്ടനുണ്ടല്ലോ, എന്താ ഞാൻ പറഞ്ഞു തരിക, ആ ലാലേട്ടനെ നമുക്ക് കിട്ടി. അതാണ് ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതുപോലെ ഓരോ ചിത്രം കണ്ടു കഴിയും, ചില ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ലാലേട്ടൻ്റെ ഞാൻ പറഞ്ഞു എപ്പോഴും ലാലേട്ടൻ്റെ ഇതിൻ്റെ ഇടയിൽ സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ നേരെ എന്ന് പറയുന്ന ചിത്രമുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ പല മാനർഫങ്ങളും ലാലേട്ടൻ്റെ നല്ലൊരു ചിത്രമായിരുന്നു. ആ കഥയ്ക്കനുസരിച്ച് ലാലേട്ടനെ വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല നമ്മൾ ആഗ്രഹിച്ചത്. നമുക്ക് ഫുള്ളായിട്ടുള്ള ലാലേട്ടനെ, പഴയ ലാലേട്ടനെ നമുക്കൊന്ന് തിരിച്ചു തരണം. ആ
കുസൃതിയും ചാട്ടവും ഓട്ടവും ആ പിരിയം കൊണ്ടും ഇമോഷനും എല്ലാം കൂടെ ചേർന്നൊരു ലാലേട്ടനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നടൻ എന്ന നിലയിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആരാണെന്ന് ചോദിച്ചാൽ മലയാള സിനിമയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു നടനാണ് ലാലേട്ടൻ. ആ ലാലേട്ടനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തരണം. ഈ ചിത്രത്തിലെല്ലാം ഉണ്ട്. തമാശയ്ക്ക് തമാശ, ഇമോഷൻ, എന്ത് വേണ്ട ഇടിക്ക് അടി കൊടുക്കേണ്ട സമയത്ത് അടി, അതെല്ലാം കൃത്യമായിട്ട് ഇത് യോജിപ്പിച്ച് വെച്ചേക്കുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ ഈ ചിത്രം, ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഈ ചിത്രം ഒരു നല്ല ചിത്രമായിരിക്കും, 100% ഗ്യാരണ്ടി. അതുപോലെ തന്നെ ഈ ചിത്രം കണ്ടിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, ഈ ചിത്രം സൂപ്പർ മെഗാ ഹിറ്റിലേക്ക് പോകും, 100 കോടി നിശ്ചയമായിട്ടും അടിക്കും, ഞാൻ ഗ്യാരണ്ടി. അതുപോലെ തന്നെ ഞാനിപ്പോഴും ഗ്യാരണ്ടി ചെയ്യുകയാണ്, ഈ ചിത്രം കുറച്ച് ദിവസത്തേക്ക് തിയേറ്റർ നിറഞ്ഞ് കവിയും. തിയേറ്ററുകാരുടെ എല്ലാ കടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തീർക്കുന്ന തലത്തിൽ ഉള്ള ജനപ്രവാഹം തന്നെയായിരിക്കും തിയേറ്ററിലുണ്ടാകുന്നത്. അതിൻ്റെ സൂചനയാണ് ബുക്ക് മൈ ഷോയിൽ ഞാൻ പറഞ്ഞ പോലെ 35,000 ടിക്കറ്റ് മണിക്കൂറിന് വിറ്റ് പോകുന്നത്. ആ അവസ്ഥയിലേക്ക് വരും ദിവസങ്ങളിലും, ഇനി ശനി ഞായർ വരുന്നു, എല്ലാ ദിവസങ്ങളിലും ടിക്കറ്റ് ഷോകളുടെ എണ്ണം കൂട്ടാം. രാത്രിയിലും പകലെന്ന വ്യത്യാസം, ഷോകളുടെ എണ്ണം തിയേറ്ററിൽ കൂട്ടും, തിയേറ്ററിൻ്റെ എണ്ണം ഒരു പക്ഷേ കൂടും. അങ്ങനെ ഒരു മലയാള സിനിമയിലെ ഒരു ചരിത്രമായി മാറാൻ തുടരുമെന്ന ചിത്രം മാറുന്നു എന്നുള്ളതാണ്. പിന്നെ 2025 സംബന്ധിച്ച് ലാലേട്ടൻ്റെ ഒരു കൊല്ലമാണ് ഈ 2025 എന്ന് തോന്നിക്കുമാറാണ് തുടർച്ചയായിട്ട് 2 ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റിലേക്ക് മാറുന്നു. ഇത് ചിത്രം ഇറങ്ങി തുടരുമെന്ന് പറയുന്ന ചിത്രം 10 മണിക്കാണ് ഇറങ്ങിയത്. ഇപ്പോൾ എഴുതി വെച്ചു, ഇപ്പം കൂടി വന്നാൽ 4-5 മണിയായി കാണും. ഞാൻ 10 മണിക്ക് കഴിഞ്ഞ് 2 മണിക്ക് റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഷുവർ ഹിറ്റാണ്, ഇതൊരു സൂപ്പർ ഹിറ്റാണ് എന്ന് പറയണമെങ്കിൽ നമ്മളൊരു ചിത്രം കണ്ടിട്ട്, എല്ലാ ചിത്രങ്ങളും കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റുള്ളവരുടെ അഭിപ്രായം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് മറ്റുള്ളവരുടെ മനസ്സെങ്ങനെ അറിയാൻ പറ്റും? അതാണ് പറഞ്ഞത്, ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ് ഇത് എന്ന് നമ്മൾ പറയണമെങ്കിൽ അത്രയ്ക്ക് നല്ല ചിത്രമായിരിക്കും. നിങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന റിവ്യൂകൾ എല്ലാം എടുത്ത് പരിശോധിച്ചു, ഇതുപോലൊരു ചിത്രം അടുത്ത കാലത്തൊന്നും ലാലേട്ടൻ്റേതായിട്ട് വന്നിട്ടില്ല. നമുക്ക് ആനന്ദിക്കാം, ആഘോഷിക്കാം. നാളെ ഇന്ന് ടിക്കറ്റ് എടുക്കാൻ പ്രതീക്ഷിക്കുന്നതിന് ടിക്കറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം നാളെയും മറ്റന്നാളും ഒക്കെ ടിക്കറ്റ് വളരെ വേഗം ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിത്രം കാണാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് പോവുക. അതുപോലെ തന്നെ കുടുംബസമേതം പോയി കാണാൻ പറ്റിയ ഒരു ചിത്രമാണ്, 100% അത് ഉറപ്പായിട്ട് വിശ്വസിക്കാം. കാരണം കുടുംബ ചിത്രം തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രമാണ്. ഏത് വിവാദത്തിൽപ്പെടുന്നതാണെന്നൊന്നും കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വളരെ സന്തോഷത്തിലാണ്. നിങ്ങളും ചിത്രം കാണുക, ഹാപ്പിയാകുക. അപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും ഞാൻ എത്താം.